ബാങ്ക് അക്കൗണ്ട് പിൻവലിക്കാൻ അസ്ഥികൂടവുമായി എത്തിയതിൽ പ്രതികരണവുമായി ഒഡീഷ ഗ്രാമീൺ ബാങ്ക്. അക്കൗണ്ട് ഉടമയെ വരാൻ നിർബന്ധിച്ചിട്ടില്ലെന്നും രേഖകൾ മാത്രമാണ് ആവശ്യപ്പെട്ടതെന്നുമാണ് വിശദീകരണം. ഒഡീഷയിലെ കെയിഞ്ചോർ ജില്ലയിലാണ് 50-കാരനായ ജിതു മുണ്ട മരിച്ച തന്റെ സഹോദരി കൽറ മുണ്ടയുടെ അസ്ഥികൂടവുമായി കഴിഞ്ഞ ദിവസം ബാങ്കിലെത്തിയത്. കൽറ മുണ്ടയുടെ ബാങ്ക് അക്കൗണ്ടിലുണ്ടായിരുന്ന 19,300 രൂപ പിൻവലിക്കാനായിരുന്നു അസ്ഥികൂടവുമായി ബാങ്കിലെത്തിയത്. അക്കൗണ്ട് ഉടമ നേരിട്ട് വന്നാലേ പണം നൽകാനാവൂവെന്ന് ബാങ്ക് ജീവനക്കാർ പറഞ്ഞതിനാണ് അസ്ഥികൂടവുമായി ബാങ്കിലെത്തിയത്. എന്നാൽ സംഭവത്തിൽ പ്രതികരിക്കുകയാണിപ്പോൾ ഒഡീഷ ഗ്രാമീൺ ബാങ്ക് അധികൃതർ. തങ്ങൾ രേഖകൾ മാത്രമാണ് ആവശ്യപ്പെട്ടതെന്നും അക്കൗണ്ട് ഉടമ നേരിട്ട് വരണമെന്ന് നിർബന്ധിച്ചിട്ടില്ലെന്നുമാണ് പറയുന്നത്. ജിതു മുണ്ടയ്ക്ക് ബാങ്ക് നടപടിക്രമങ്ങളെക്കുറിച്ച് ധാരണയില്ലാത്തത് പ്രശ്നം സങ്കീർണമാക്കിയെന്നാണ് ബാങ്കിന്റെ വിശദീകരണം. സഹോദരിയുടെ അസ്ഥികൂടം തുണിയിൽ പൊതിഞ്ഞ് 3 കിലോമീറ്ററോളം ചുമന്നാണ് ജിതു ബാങ്കിലെത്തിയത്. ബാങ്കിലുണ്ടായിരുന്നവർ ഇത് കണ്ട് പേടിച്ചു മാറി നിന്നു. പിന്നീട് പോലീസ് സ്ഥലത്തെത്തി ഇടപെടുകയായിരുന്നു. സംഭവം അന്തർദേശീയ തലത്തിൽ വരെ വാർത്തയായി. ബാങ്ക് ഉദ്യോഗസ്ഥരുടെ മനുഷ്യത്വമില്ലാത്ത നടപടിയെ വിമർശിച്ച് നിരവധി ആളുകളാണ് രംഗത്ത് വന്നത്. നാഷണൽ ഡെസ്ക് സീ മലയാളം ന്യൂസ്. ഏറ്റവും പുതിയ വാർത്തകളും വിശേഷങ്ങളും വിരൽത്തുമ്പിലറിയാൻ സീ മലയാളം ന്യൂസ് എല്ലാ ഡിജിറ്റൽ പ്ലാറ്റ്ഫോമുകളിലും ലഭ്യം.